ഷിരൂരിലേക്കാണ് പോകുന്നത്. ഷിരൂരിൽ ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള തെരച്ചിൽ തുടരുകയാണ്. പക്ഷേ ഒരു പ്രധാനപ്പെട്ട വിഷയം, ഇന്നവിടെ റെഡ് അലർട്ടാണ്. ശക്തമായ മഴയുടെ മുന്നറിയിപ്പാണുള്ളത്. ഈ സമയത്ത് മഴ പെയ്യുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്നലെ രാത്രിയിലും ശക്തമായ മഴയുണ്ടായിരുന്നു എന്നാണ് നമുക്ക് അവിടെ നിന്ന് ലഭ്യമാകുന്ന വിവരം. ഷിരൂരിൽ നിന്ന് സിജു കണ്ണൻ നമ്മളോടൊപ്പം ചേരുകയാണ് വാർത്തയുടെ സമഗ്ര വിവരങ്ങളുമായിട്ട്. നമുക്ക് സിജുവിനോട് ചോദിക്കാം ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥയും സാഹചര്യവും എന്താണെന്ന്. സിജു, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സിജു, നല്ല മഴയാണല്ലോ. ഇത് തെരച്ചിലിനെ ബാധിക്കുമോ? ഇന്ന് റെഡ് അലർട്ടാണോ? മനു, ഷിരൂരിൽ ഇപ്പോൾ ശക്തമായ മഴയാണ് നിലനിൽക്കുന്നത്. ഇന്നലെ രാത്രി മുതൽ മഴ പെയ്തു തുടങ്ങിയിരുന്നു. ഇന്ന് രാവിലെ മുതൽ ഇവിടെ മഴ പെയ്യുന്നുണ്ട്. റെഡ് അലർട്ടാണ് നിലനിൽക്കുന്നത്. ഡ്രഡ്ജിങ്ങിനെ ഇത് ബാധിക്കുമോ എന്നുൾപ്പെടെയുള്ള ആശങ്കയാണ് നിലവിൽ നിലനിൽക്കുന്നത്. കഴിഞ്ഞ ദിവസം തിരച്ചിൽ നടത്തിയ കേന്ദ്രങ്ങളിൽ നിന്ന് മാറി ഇന്നിപ്പോൾ നേരത്തെ പരിശോധനയിൽ കണ്ടെത്തിയ ഐബോർഡ് ഡ്രോൺ സംവിധാനം ഉപയോഗിച്ച് പരിശോധന നടത്തിയപ്പോൾ കണ്ടെത്തിയ 4 പോയിന്റുകളിലേക്ക് പരിശോധന മാറ്റുകയാണ്. റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്ര ബാലൻ സ്ഥലത്ത് ഇന്നലെ എത്തിയിരുന്നു. അദ്ദേഹത്തിന്റെ മേൽനോട്ടത്തിൽ സഹായത്തോടു കൂടിയായിരിക്കും ഇന്നത്തെ തിരച്ചിലെന്നാണ് അറിയിച്ചിരിക്കുന്നത്. പ്രധാനമായും CP4-ലാണ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ അന്ന് പരിശോധന നടത്തിയപ്പോൾ മെറ്റൽ സാന്നിധ്യം കൂടുതലായി കണ്ടെത്തിയത്. ആ സ്ഥലത്ത് പരിശോധന നടത്തുമെന്നാണ് ഇന്നലെ അറിയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നടത്തിയ പരിശോധനയിൽ, നേരത്തെ നാവികസേന അടയാളപ്പെടുത്തിയ സ്ഥലം കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിൽ നിരവധി സാധനങ്ങൾ കണ്ടെത്തിയിരുന്നു. അത് പക്ഷേ ടാങ്കർ ലോറിയുടേതാണ്. അർജുന്റെ ട്രക്കിൻ്റെതായി ഒരു ഭാഗവും നിലവിൽ ഈ 3 ദിവസവും നടത്തിയ പരിശോധനയിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് വളരെ നിരാശപ്പെടുത്തുന്ന കാര്യം. ആദ്യഘട്ടത്തിൽ കിട്ടിയ ചെറിയ കയറ്, അതോടൊപ്പം തന്നെ മരത്തടികൾ അല്ലാതെ മറ്റൊന്നും പ്രധാന സൂചനകളൊന്നും നിലവിൽ ലഭിച്ചിട്ടില്ല. എങ്കിലും തെരച്ചിൽ തുടരുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം കണ്ടെത്തിയ സാധനങ്ങളെല്ലാം തന്നെ ഈ ഡ്രഡ്ജറിലെത്തിക്കുകയും ഈ ഡ്രഡ്ജറിലേക്ക് അർജുൻ്റെ സഹോദരി അഞ്ജു, അതോടൊപ്പം തന്നെ സഹോദരി ഭർത്താവ് ജിതിൻ, ട്രക്കുടമ മനാഫ് എന്നിവരെയെല്ലാം തന്നെ എത്തിച്ചുകൊണ്ട് കൃത്യമായി ഓരോ കാര്യങ്ങളും നോക്കി എന്തെങ്കിലും ഈ വാഹനത്തിൻ്റെതായി ഉണ്ടോ എന്ന് ഉറപ്പുവരുത്താൻ ശ്രമിച്ചിരുന്നു. പക്ഷെ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നാണ് നിലവിലെ വിവരം. ഏതായാലും പരിശോധന ഇന്ന് തുടരും. മനു സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കാലാവസ്ഥയാണ് വലിയൊരു പ്രശ്നമായി നിലനിൽക്കുന്നത്. ഡ്രഡ്ജിംഗ് തുടരുമെന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നതെങ്കിലും ഈ കാലാവസ്ഥ പ്രതിസന്ധി സൃഷ്ടിക്കുമോ എന്നാണ് നോക്കേണ്ടത്. നമ്മൾ ആദ്യഘട്ടത്തിൽ ഈ അപകടമുണ്ടായ സമയത്ത് കണ്ടതാണ്, തെരച്ചിലിനെ വലിയ തോതിൽ മഴ ബാധിച്ചിരുന്നു. അതോടൊപ്പം തന്നെ മഴയ്ക്കൊപ്പം ഇവിടെ ശക്തമായ കാറ്റും ഉണ്ടാകുമെന്നതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. വളരെ ശക്തമായ മഴയാണ് ഓരോ സമയത്തും പെയ്തുകൊണ്ടിരിക്കുക. ഇത് തെരച്ചിലിനെ ബാധിക്കുമോ എന്നാണ് ആശങ്ക അധികൃതർ തന്നെ ഇന്നലെ പങ്കുവച്ചിട്ടുണ്ട്. ഒരുപക്ഷെ വലിയ മഴ വന്നു കഴിഞ്ഞാൽ ഈ തെരച്ചിൽ താൽക്കാലികമായി നിർത്തിവെക്കേണ്ട സാഹചര്യം ഉൾപ്പെടെ വരുമോ എന്നാണ് ഇനി നോക്കേണ്ടത്. ഏതായാലും ഇന്ന് റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്ര ബാലന്റെ നേതൃത്വത്തിൽ CP4 കേന്ദ്രീകരിച്ചായിരിക്കും കൂടുതൽ പരിശോധന നടത്തുന്നത്. മനു, ശരി, ഓക്കെ, താങ്ക് യു സിജു. ഷിരൂരിൽ നിന്ന് രാവിലെ കനത്ത മഴയത്ത് നമുക്ക് ഈ വാർത്ത രാവിലെ പങ്കുവച്ചതിന്